വിലാപയാത്ര ഉടൻ തന്നെ കണ്ണാടിക്കലിലെത്തും. ഇപ്പോൾ അർജുന്റെ വീട്ടിൽ നിന്നും സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത് വിലാപയാത്ര വീട്ടിലേക്ക് എത്താൻ. വിലാപയാത്ര മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് വീടിന്റെ പരിസരത്ത് നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അവിടുത്തെ സാഹചര്യം എന്താണ്? പ്രിയ, വീട്ടിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം അർജുൻ്റെ മൃതദേഹം എത്തും. അർജുൻ്റെ വീടിനടുത്തുള്ള കണ്ണാടിക്കൽ ടൗണിലേക്ക് മൃതദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ പൂളാടിക്കുന്ന് നിന്നും കണ്ണാടിക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, അതായത് കണ്ണാടിക്കാരുടെ സ്വന്തം അർജുനെ കാണാൻ വേണ്ടിയാണ് നിരവധി ആളുകൾ പല ഭാഗങ്ങളിലായി കൂടി നിന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ മുൻമേൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു നിര തന്നെയാണ് ഉണ്ട്. കാരണം ക്യൂ നിന്നുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഉള്ളതിനാൽ ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞതിൻ്റെ ഭാഗമായി അർജുൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമ്പോൾ നിരനിരയായി നിന്നുകൊണ്ട് ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി റോഡിൻ്റെ വലിയൊരു ഭാഗത്തോളം ഇപ്പോൾ ക്യൂ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ അർജുനെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. കാരണം നാട്ടുകാരുടെ എല്ലാം ഒരു പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. ഈ പ്രളയ സമയത്തും കോവിഡിൻ്റെ സമയത്തൊക്കെ പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി അർജുൻ ഈ നാട്ടുകാരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അർജുനെ കാണാതായ അന്ന് മുതൽ ഈ കണ്ണാടിക്കാരുടെ നെഞ്ചിലൊക്കെ വളരെ തീയായിരുന്നു. കാരണം അത്തരത്തിൽ പ്രിയപ്പെട്ട ഒരു ആൾ ആയി മാറിയിരുന്നു അർജുൻ. അവനെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ തന്നെ പുലർച്ചെ, നേരത്തെ നമ്മൾ പല ഭാഗത്തു നിന്നും എത്തിയ ആളുകളോട് ചോദിച്ചിരുന്നു. പുലർച്ചെ 3 മണിയോട് ഈ വീടിൻ്റെ പരിസരത്ത് എത്തിയ ആളുകളടക്കമുണ്ട്. അത് മലപ്പുറത്ത് നിന്നൊക്കെയാണ് എന്നതാണ് ഏറ്റവും വലിയൊരു യാദൃശ്ചികമായ കാര്യം. കാരണം മലപ്പുറത്ത് നിന്ന് പോലുള്ള ആളുകളടക്കം ഇവിടെ എത്തി. അവരൊക്കെ പറയുന്നത് ഈ ലോറി ഉടമയോട് പുതിയ ലോറി എടുക്കുകയാണെങ്കിൽ ആ ലോറിക്ക് അർജുൻ എന്ന പേരിടണം എന്ന ആവശ്യമടക്കം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ എല്ലാവരുടെയും ഈ കണ്ണാടിക്കാരുടെ അർജുൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാസങ്ങളോളമായി മാറിയിട്ട് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തോടു കൂടിയുള്ള കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ വലിയ രീതിയിൽ അർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അവരിപ്പോൾ അർജുൻ്റെ മൃതദേഹം ഇവിടെ എത്തുമെന്ന് അറിഞ്ഞ് നിരനിരയായി ഇവിടെ തന്നെ നിന്നു. അർജുനെ മുൻപ് പരിചയമുണ്ട്? അതെ, പരിചയമുണ്ട്. ഇവിടെ തന്നെയാണ് അർജുൻ്റെ. നല്ല പയ്യനായിരുന്നു. അപ്പം അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എത്തിയത്. ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ സജീവമായി. അതെ, സജീവം. ചെറുപ്പത്തിൽ തന്നെ വലിയ ബാധ്യതകളൊക്കെ നിറവേറ്റിയ വ്യക്തിയാണ്. അതെ, കുടുംബത്തിൻ്റെ ഒരു താങ്ങായിരുന്നു. ഒരു തീരാ നോവായി മാറിയില്ലേ? അതാണ്, തീരാ നോവായി മാറി. ചെറുപ്പം മുതലേ ഞങ്ങൾ അറിയുന്ന കുട്ടിയായിരുന്നു അർജുന്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടും, അതോടൊപ്പം തന്നെ നാട്ടിലെ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്നുള്ള, പ്രേമകാരനായാലും മക്കളുമായിട്ട് ഇങ്ങനെ പോകുന്ന എല്ലാവരും കഷ്ടപ്പെട്ട് പോറ്റി എല്ലാവരും ഒരു നിലയിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം വന്നു വിട്ട്, അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം, അത്രയോ ചെയ്യാൻ പറ്റുള്ളൂ. കുടുംബത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ചെറിയൊരു മകനും ഉണ്ട്, അതാണ് അതിനേക്കാട്ടും ഇപ്പുറം വേദനയായി മാറിയിരിക്കുന്നത്. ആളുകളൊക്കെ പറയുന്നത് പുലർച്ചെ മുതലേ ഇവിടെ ആളുകളൊക്കെ പുലർച്ചെ മുതലേ ആളുകൾ എന്താ വെച്ചാൽ ഈ കുടുംബം നാട്ടുകാരുമായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ 19 വർഷം മുന്നേ അവരൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അത്രയുള്ള ബന്ധങ്ങളുണ്ട് നാട്ടുകാരുമായിട്ട്. പ്രേമാറിനായാലും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾ, മക്കളായാലും അച്ഛനായാലും ആരായാലും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് അത്ര അടുപ്പത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമുക്കതൊരു തീരാ നഷ്ടമായി അമ്മോൻ പോയത്, അർജുൻ പോയത്. കോവിഡ് സമയത്തും പ്രളയത്തൊക്കെ അർജുൻ സജീവമായിട്ടുണ്ടായിരുന്നു. പ്രിയ, അത്തരത്തിൽ ആളുകളുടെ ഒരു വൈകാര്യമായ ഇത് തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. കാരണം നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അർജുൻ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത്. ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം ഇവിടെ എത്തുന്നതിൻ്റെ ഭാഗമായി ചെറിയ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകൾ അടക്കമുള്ള ആളുകളാണ് അർജുനെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ജില്ലയിലെയും അതുപോലെ തന്നെ മറ്റ് പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ MLA മാരും യുവജന സംഘടനാ പ്രതിനിധികൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ അർജുനെ ആദരാഞ്ജലി അർപ്പിക്കാനും അർജുൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് അർജുനെ കാണാതായ അന്ന് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച
സംഭവിച്ചപ്പോൾ അതിൽ കൃത്യമായി ഇടപെടാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അർജുൻ്റെ ഈ കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തി കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതിന് തിരച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെ ഊർജിതമാക്കിയ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തിരച്ചിൽ വീണ്ടും ഊർജിതപ്പെടുത്തി അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ ഇവിടെ മൃതദേഹം ഏതാനും, അതായത് അർജുൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കണ്ണാടിക്കൽ ടൗണിലും അതുപോലെ തന്നെ പൂളാടിക്കുന്ന് നിന്നും ലോറി ഉടമകളുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള വിലാപയാത്രയും കണ്ണാടിക്കൽ ടൗണിൽ നിന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള വിലാപയാത്രയോടും കൂടിയാണ് അർജുൻ്റെ അന്ത്യയാത്ര നയിക്കാൻ വേണ്ടി പോകുന്നത്. വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ വീട്ടിലും നടക്കുന്നുണ്ട്. കാരണം അവസാനമായി അർജുനെ കാണാൻ എത്തുന്നവർക്കും അതുപോലെ തന്നെ അർജുൻ്റെ അന്ത്യോപചാര ചടങ്ങുകൾക്കും വേണ്ട സംസ്കാര ചടങ്ങുകൾക്കും വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തീകരിച്ചു വരികയാണ്. പ്രിയ.